അമ്പലങ്ങളും ബീച്ചുകളും ഹിൽ സ്റ്റേഷൻസും അങ്ങനെ ഒരുപാട് കാഴ്ചകളുള്ള തിരുവനന്തപുരത്തെ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലേക്കാണ്. തിരുവനന്തപുരത്തുകാരുടെയൊക്കെ ഒരു വിശ്വാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നാളികേരം ഉടച്ചു കഴിഞ്ഞാൽ എന്ത് പരിപാടിയാണെങ്കിലും വിഘ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് നടക്കും എന്നുള്ളതാണ്. അതിരാവിലെയാണ് ഇവിടെ പോകാൻ പറ്റിയ സമയം, കാരണം പാർക്ക് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. മോദകമാണ് ഇവിടുത്തെ പ്രധാന പ്രസാദം. സോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിളിലേക്കാണ്. റിച്ചസ്റ്റ് ഗോഡ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ബി നിലവറ ഉൾപ്പെടുന്ന ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. നമ്മൾ പോകുന്ന വഴി തന്നെ വലതുവശത്തായിട്ട് പത്മതീർത്ഥക്കുളവും ഇടതുവശത്തായിട്ട് മേത്തമണി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ക്ലോക്ക് ഉണ്ട്. 1 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഓരോ മണിക്കൂറിൽ അതിൻ്റെ ആ 2 ആടുകൾ വന്ന് ആ മുഖത്തിടിക്കുകയും അപ്പോൾ മണിയുടെ ശബ്ദം കേൾക്കുകയും ചെയ്യും. അകത്തേക്ക് കയറണമെങ്കിൽ മുണ്ടെടുത്ത് മാത്രമേ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ അടുത്തായിട്ട് മുണ്ട് വാടകയ്ക്ക് കൊടുക്കുന്ന സെറ്റപ്പൊക്കെ ഉണ്ട്. തൊഴുതിറങ്ങി കഴിയുമ്പോഴത്തേക്കും പുറത്ത് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് കൊച്ചു കൊച്ചു കടകളുണ്ട്. അതിരാവിലെ പോയി കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നുമില്ല, സുഖമായിട്ട് തൊഴാൻ പറ്റിയ വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അവിടെ നിന്ന് ഞങ്ങൾ നേരെ സ്ത്രീകളുടെ ശബരിമലയായിട്ടുള്ള ആറ്റുകാൽ അമ്പലത്തിലേക്കാണ് പോയത്. ഈ ഒരു അമ്പലം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അമ്പലങ്ങളുടെ കറക്കം കഴിയുന്നതാണ്. ഇതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. പൊങ്കാലയാണ് പ്രധാന വഴിപാട്. സോ ഞങ്ങൾ അവിടെയും തൊഴുതിട്ട് നേരെ ഒരു വെജ് ഹോട്ടലിലേക്കാണ് പോയത്. വെജ് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് മദേഴ്സ് വെജ് പ്ലാസ, വാൻഡ്രോസ് ജംഗ്ഷന് അടുത്താണ്. ഇവിടെ അടിപൊളിയായിട്ടുള്ള വെജ് ഫുഡാണ്. 365 ദിവസവും ഇവിടെ സദ്യ അവൈലബിൾ ആണ്. സോ വരുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഒരു റെസ്റ്റോറൻ്റ് ആണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ട്രാവൽ ചെയ്തത് പൊന്മുടിയിലേക്കാണ്. നമ്മുടെ ഭക്തിയൊക്കെ കഴിഞ്ഞ് ഇനി മെല്ലെ ഹിൽ സ്റ്റേഷൻസൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ പൊന്മുടി റൂട്ടിലേക്ക് വിട്ടു. നല്ല ഭംഗിയുള്ള മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് പൊന്മുടി. പൊന്മുടിയിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് ആ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയയിലേക്ക് കയറണം. ഒരുപാട് ലേറ്റ് ഒന്നും ആക്കാതെ ഏർലി മോർണിംഗ് പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് മഞ്ഞിനിടയിൽ കൂടെ നമുക്ക് ഇങ്ങനെ സഞ്ചരിക്കാം. ബൈക്കിലൊക്കെ വരാനായിട്ട് പറ്റിയ സ്ഥലമാണ്. ഇങ്ങനെ മഞ്ഞിങ്ങനെ അരിച്ചരിച്ച് കയറും നമ്മുടെ ഉള്ളിലേക്ക്. മഞ്ഞ് മാത്രമല്ല, നല്ല കാറ്റുമാണ് ഇവിടെ. ഇങ്ങനെ ചുമ്മാ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ പറന്ന് പോകണ പോലെ തോന്നും, അത്രയ്ക്ക് കാറ്റാണ്. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ളവർക്ക് ഈ മല കയറി പോകാം, അല്ലാത്തവർക്ക് നടന്നു പോകാനായിട്ട് വേറെ വഴിയുണ്ട്. മുകളിലായിട്ട് ഒരു വ്യൂ പോയിന്റ് പോലെ ഒരു സ്പോട്ടുണ്ട്. മല കയറി പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് കാലിൽ അട്ടയൊക്കെ കടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാലും നമുക്ക് ആ ഒരു അട്ടകടിയൊക്കെ സഹിച്ചിട്ടായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കാഴ്ചകൾ കാണുമ്പോഴത്തേക്കും നമുക്ക് ആ വിഷമമൊക്കെ അങ്ങ് മാറും. ശരിക്കും ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള മസ്റ്റായിട്ടും തിരുവനന്തപുരത്തേക്ക് വരുന്നവരെല്ലാവരും പോയിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് പൊന്മുടി. ഈ ഒരു സ്ഥലത്തിന് ഈ പേര് കിട്ടിയതിന് പിന്നിൽ വളരെ രസകരമായിട്ടുള്ളൊരു കഥയുണ്ട്. ഒരിക്കൽ ഒരു രാജാവിന് ഏറ്റവും സുന്ദരമായ മുടിയുള്ളൊരു പെൺകുട്ടിയെ വേണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ നടന്നു. അപ്പോൾ ഈ ഒരു കാട്ടിൻ്റെയൊക്കെ ഒരു ഏരിയയിലായിട്ട് വളരെ സുന്ദരമായ ഗോൾഡൻ ഹെയർ ഉള്ള ഒരു സുന്ദരി വന്നു. അപ്പോൾ രാജാവ് കല്യാണം കഴിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ആ സ്ത്രീ നിരസിക്കുകയും ഒടുവിൽ രാജാവ് വളരെ ദേഷ്യത്തോടെ ആ മുടി മുറിച്ച് കളയുകയും ആ മുടിയാണ് അവിടെ വീണിട്ട് ഇത്രയും ഭംഗിയായി മാറിയെന്നൊക്കെയാണ് കഥ. എന്തായാലും പൊന്മുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങി പുഞ്ചക്കരിക്ക് അടുത്തുള്ളൊരു കള്ള് ഷാപ്പിലേക്ക് വന്നു. കള്ള് ഷാപ്പാണെങ്കിലും കള്ളടിയല്ല നമ്മുടെ ഉദ്ദേശം, അടിപൊളി സീ ഫുഡ് കഴിക്കുകയാണ്. നല്ല കായൽ മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളും അല്ലാതെ താറാവ്, ഞണ്ട്, കൊഞ്ച്, ഇങ്ങനെ വെറൈറ്റി ഓഫ് ഐറ്റംസ് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. എന്നാൽ വേണമെങ്കിൽ കള്ളടിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനും പറ്റിയൊരു സ്പോട്ടാണ് പുഞ്ചക്കരി ഷാപ്പ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ മ്യൂസിയം, സൂ, ഈ 2 സ്ഥലം കാണാനായിട്ട് നേപ്പിയർ മ്യൂസിയത്തിനടുത്തേക്കാണ് പോയത്. അതിൽ തന്നെ ആദ്യം നമ്മൾ സൂയിലേക്കാണ് പോയത്. വൈകുന്നേരം 5 മണി വരെ സൂ ഉള്ളൂ. സോ നമ്മൾ നേരെ കയറി ടിക്കറ്റൊക്കെ എടുത്ത് എന്നിട്ട് മ്യൂസിയത്തിൽ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ ക്ലിക്ക് ചെയ്തിട്ട് സൂയിൽ വരുന്നവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ആപ്പിൾ ജ്യൂസ് അവിടെ ഉണ്ട്. ഒറിജിനൽ ആപ്പിൾ ജ്യൂസ് അല്ല, പൊടി കലക്കിയതാണ്, എങ്കിലും നല്ല ടേസ്റ്റിയാണ്. സോ സൂയിൽ കയറുന്നതിന് മുമ്പേ അതൊക്കെ കുടിച്ച് ഉഷാറാക്കിയിട്ട് നമ്മൾ നേരെ സൂയിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം നമ്മൾ കാണുന്ന സിംഹവാലം കുരങ്ങിനെയാണ്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. പിന്നെ കാട്ടുപോത്തുണ്ട്. അതിന് പിന്നെ കുരങ്ങന്മാരുടെ തന്നെ ഒരു ഏരിയയാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരുപാട് വെറൈറ്റി ഓഫ് കുരങ്ങന്മാരെ ഇങ്ങനെ നമുക്ക് കണ്ട് പോകാനായിട്ട് സാധിക്കും. ഹനുമാൻ കുരങ്ങും അങ്ങനെ ഇങ്ങനെ കുറേ പേരുള്ള വെറൈറ്റി കുരങ്ങന്മാരാണ്. അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും പക്ഷികളും പിന്നെ ക്രോക്കഡൈൽ അങ്ങനെ കുറേ കാഴ്ചകൾ കാണാനായിട്ടുണ്ട്. പിന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള മാന്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമല്ലോ, വളരെ വെറൈറ്റി ആയിട്ടുള്ള മാനുകൾ. പിന്നെ ഇതാ കണ്ടില്ലേ, എല്ലാവരും അത്ഭുതമായിട്ട് നോക്കുന്ന കരടി ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. ചെറിയ പേടിയൊക്കെ ഉണ്ട്, ചാടി വരുമെന്ന്. പക്ഷേ എന്നാലും കിടങ്ങൊക്കെ ഉള്ളതുകൊണ്ട് ചാടത്തൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ നല്ല രസമാണ് ഇങ്ങനെ കണ്ടു നിൽക്കാനായിട്ട്. പിന്നെ നമ്മൾ കണ്ടത് ഇങ്ങനെ വെള്ളത്തിലുള്ള ഒരു നീർനായ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ജീവിയാണ്. അതിങ്ങനെ വെള്ളത്തിൽ ഒഴുകി ഇങ്ങനെ നടക്കും. പിന്നെ ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടു. കുഞ്ഞ് ഹിപ്പോപ്പൊട്ടാമസ് വായൊക്കെ ഇങ്ങനെ തുറന്ന് കാണിച്ചു. നല്ല രസമായിരുന്നു. അതിന് എന്തോ ഒരു ചെറിയൊരു തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ കാക്കകളുടെയൊക്കെ ഇടയിൽ കൂടെ അതും നന്നായിട്ട് കഴിച്ച് സെറ്റായിട്ടൊക്കെ നിൽക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ മാൻകൂട്ടമാണ് കണ്ടത്. ദെൻ സിംഹത്തിനെ കണ്ടു. സിംഹിണി അവിടെ കിടന്ന് ഇങ്ങനെ അലർന്നുണ്ടായിരുന്നു. സിംഹം അവിടെ താഴത്തെ കൂട്ടിയിൽ നിന്ന് റെസ്പോൺസും ഉണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടക്കുന്നതൊക്കെ കണ്ടു. പിന്നെ ഒരു കടുവയെ കണ്ടു. കടുവ നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. നേരത്തെ കാണിച്ച സിംഹിണിയുടെ ശബ്ദമൊക്കെ കേട്ടിട്ട് നമ്മുടെ സിംഹം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് എന്തിനാ എന്നെ വിളിച്ചേ എന്നുള്ള രീതിയിൽ
പിന്നെ ഞാൻ ഒന്ന് കുറച്ച് നേരം കൂടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നമ്മുടെ ഈ പൂച്ചക്കുട്ടിയൊക്കെ കളിക്കുന്ന പോലെ നമുക്ക് ഒരിക്കലും സിംഹം പോലൊരു ജീവി ഇത്രയും ക്യൂട്ടായിട്ടിരിക്കും നമ്മൾ വിചാരിച്ചില്ല. ഭയങ്കര കാട്ടിലെ രാജാവൊക്കെ ആണെങ്കിലും ഇവിടെ ഭയങ്കര ക്യൂട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് കളിക്കുന്ന വളരെ രസകരമായിട്ടുള്ളൊരു സിംഹത്തിനെയും സിംഹിണിയെയൊക്കെ കാണാനായിട്ട് സാധിക്കും. സോ സൂവിൽ വരുന്ന എന്തായാലും വെർത്താണ്. ഉച്ച സമയത്ത് വരാതിരിക്കുക, കാരണം മൃഗങ്ങളൊക്കെ ഫുഡ് കഴിച്ച് കിടക്കുകയായിരിക്കും. രാവിലെയോ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടോ ഉള്ള സമയത്താണെങ്കിൽ ബെസ്റ്റാണ്. മൃഗങ്ങളെല്ലാം ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കാണാം. മൃഗങ്ങൾ മാത്രമല്ല, വെറൈറ്റി ഓഫ് പക്ഷികളും ഉണ്ട്. ഓസ്ട്രിച്ച്, മയില്, അങ്ങനെ ഒരുപാട് വെറൈറ്റി പക്ഷികളും എല്ലാം ഇങ്ങനെ കാണാനായിട്ട് നിങ്ങൾ മസ്റ്റായിട്ടും തിരുവനന്തപുരത്ത് വരുമ്പോൾ സൂവും മ്യൂസിയം ഒന്ന് വിസിറ്റ് ചെയ്തേക്കുക. മ്യൂസിയം അതിനടുത്ത് തന്നെയാണ്, നല്ല രസമാണ്, ഫോട്ടോ ഒക്കെ ക്ലിക്ക് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ്. അങ്ങനെ മ്യൂസിയവും സൂവും ഒക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നേരെ പോകുന്നത് ആഴിമല ശിവക്ഷേത്രത്തിലേക്കാണ്. തിരുവനന്തപുരത്ത് വരുന്നവർ മസ്റ്റായിട്ടും വരേണ്ട അടുത്ത സ്പോട്ടാണ് ആഴിമല ശിവക്ഷേത്രം. അവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തെക്കാൾ ഉപരി അവിടെ ഒരു വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. ഗംഗയെ തലയിൽ ധരിച്ചുകൊണ്ടുള്ള ജടാധാരിയായിട്ടുള്ള മനോഹരമായിട്ട് മസ്കുലറായിട്ടുള്ള മാൻഡി ആയിട്ടുള്ള ശിവൻ കടലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മനോഹരമായൊരു പ്രതിമയാണ്. 5 മണിക്കേ അമ്പലം തുറക്കുള്ളൂ. ഞങ്ങൾ പോയത് അമ്പലം അടച്ചിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് മാത്രം ടിക്കറ്റ് എടുത്തേ അകത്ത് കയറാൻ പറ്റൂ. അകത്ത് കയറിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ കടലും ഒക്കെ എൻജോയ് ചെയ്യാം. പിന്നെ ഇതേപോലെ അന്ധവിശ്വാസങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ പക്ഷിശാസ്ത്രജ്ഞന്മാരും പരിപാടികളൊക്കെ ഉണ്ട്. പുള്ളിയൊക്കെ തട്ടിക്കൂട്ടായിരുന്നു കേട്ടോ, ഒന്നും കറക്റ്റൊന്നും അല്ല. പിന്നെ എന്നാലും ഒരു രസം, ഇങ്ങനെയൊക്കെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴല്ലേ ഇങ്ങനെ കാഴ്ചകൾ. then അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കടലിൽ മുമ്പ് ഇറങ്ങാൻ സമ്മതിക്കുമായിരുന്നു. ഇപ്പോൾ നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനേ പറ്റുള്ളൂ. അവിടെ ഉപ്പിലിട്ടതും മറ്റുമൊക്കെ വാങ്ങിച്ച് കഴിക്കാം, അല്ലാതെ ഇറങ്ങാനായിട്ട് പറ്റില്ല. മുമ്പ് നമുക്ക് നല്ല രസമായിട്ട് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റിയൊരു ബീച്ചായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ഒന്ന് എനർജിയൊക്കെ ഒന്ന് റീസ്റ്റോർ ചെയ്തു. രാവിലെ മുതലേ ഓടിയതല്ലേ, സോ നമ്മൾ എനർജിയൊക്കെ ഒന്ന് സെറ്റാക്കാനായിട്ട് അവിടെ നിന്ന് ഓരോ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി കുറച്ചുകൂടെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നല്ല ദാഹം വന്നു. അപ്പോൾ വഴുതക്കാട് ഭാഗത്തായിട്ട് നല്ല ഫ്രൂട്ട് സർബത്ത് കിട്ടുന്നൊരു കടയുണ്ട്. അവിടെ നിർത്തി അടിപൊളിയായിട്ടുള്ള പല വെറൈറ്റിയുള്ള മാംഗോ ഫ്രൂട്ട് സർബത്ത്, നോർമൽ ഫ്രൂട്ട് സർബത്ത്, അങ്ങനത്തെ ഒരുപാട് സർബത്തുകളുണ്ട്. അതൊക്കെ ഒന്ന് വാങ്ങിച്ച് കുടിച്ചു. വഴുതക്കാട് തെക്കേട് റൂട്ടിലാണിത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ലുലു മാളിലേക്കാണ്. ലുലു മാള് ട്രിവാൻഡ്രത്തിൽ വരുമ്പോൾ മസ്റ്റായിട്ടും കയറേണ്ട ഒരു മാള് തന്നെയാണ്. കൊച്ചിയിലെ ലുലു മാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല, കാരണം അതിനെക്കാട്ടിലൊക്കെ വളരെ വളരെ മേലെ നിൽക്കുന്ന കുറേ കൂടെ അടിപൊളിയായിട്ടുള്ള ഏഷ്യയിലെ തന്നെ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ മാളുകളിലൊന്നാണ് നമ്മുടെ ലുലു മാള്. വളരെ വെൽ ഓർഗനൈസ്ഡും നീറ്റ്ലി മെയിൻറ്റെയിനുമാണ് നമ്മുടെ ഈ ഒരു ലുലു മാള്. അവിടുത്തെ തന്നെ അൽബേക്കിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് മത്ഫൂനാണ്. ഗ്രിൽഡ് ചിക്കനും റൈസും ഒക്കെ വരുന്നൊരു സാധനമാണ്. അതിനോടൊപ്പം പിന്നെ ഷവർമ കഴിച്ചു, ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചു. അതുമാത്രമല്ല അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. വേറെ ഒരുപാട് ഫുഡ് കോർട്ട്സ് ഉണ്ട്. ഫലൂഡ, ഐസ്ക്രീംസ്, അങ്ങനെ എല്ലാം ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഗെയിം കളിക്കാൻ പറ്റിയ ഒരുപാട് ഏരിയയും ഉണ്ട്. സോ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി എനർജിയൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ ഫൺട്യൂറിയുടെ കാർഡ് എടുത്ത് ചാർജ് ചെയ്ത് നേരെ VR സോണിലേക്ക് പോയി. ഇവിടെ ഗെയിം കളിക്കാനുള്ള ഒരു ഏരിയയാണ് VR സോൺ. ആ വിർച്വൽ റിയാലിറ്റിയുടെ ഒരു ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് ഹെഡ്സെറ്റൊക്കെ വെച്ച് നമ്മളെ ഫുള്ളി ഇമ്മേഴ്സ്ഡ് ആയിട്ട് ആ ഒരു ഗെയിം കളിപ്പിക്കുന്നതാണ് അതിൻ്റെ സെറ്റപ്പ്. നിങ്ങൾ ലുലു മാളിൽ വരുന്നുണ്ടെങ്കിൽ ഇത്തിരി പൈസ ഒന്ന് ചിലവാക്കിയിട്ടാണെങ്കിലും ഈ ഒരു സാധനം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ ശരിക്കും ആ ഒരു സ്പോട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ ശരിക്കും വേറൊരു ലോകത്തെത്തിയ പോലെ സോംബീസ്, ആനിമൽസ്, പിന്നെ എന്താ റോളർ കോസ്റ്റർ, അങ്ങനെ വളരെ രസകരമായിട്ട് വളരെ ഇമ്മേഴ്സീവായിട്ട് ആ ഒരു VR എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ് നമ്മുടെ ഒരു VR സോൺ. ഞങ്ങൾ അവിടുത്തെ തന്നെ റോളർ കോസ്റ്ററും അതുപോലത്തെ ഒരുപാട് വെറൈറ്റി ഓഫ് ഗെയിംസ് ഉണ്ട് ഈ VR സോണിൽ തന്നെ. അത് നമുക്കിപ്പോൾ റോളർ കോസ്റ്റർ വേണമെങ്കിൽ റോളർ കോസ്റ്റർ കയറാം, അല്ലെങ്കിൽ സൈക്കിളുണ്ട്, കുതിരയുണ്ട്, കാർ ഓടിക്കാം. ഇതിൽ റോളർ കോസ്റ്ററാണ് ഏറ്റവും രസമായിട്ട്. നമുക്ക് വേറൊരാളും കൂടെ പിടിച്ചില്ലെങ്കിൽ നമ്മളിങ്ങനെ മറിഞ്ഞ് പോകുന്ന രീതിയിലൊക്കെയാണ് ആ റോളർ കോസ്റ്റർ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അല്ലാതെ തട്ടിപ്പായിട്ടുള്ള കുറച്ച് ഗെയിംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഒരു പാവ എടുക്കുന്ന സാധനം, പാവ എടുക്കുന്നത് തന്നെ നമ്മൾ വിചാരിച്ചു, എന്നിട്ട് അതിങ്ങനെ വെറുതെ വിട്ട് കളഞ്ഞ പോലെ ആയിപ്പോയി. സോ എന്തായാലും ഞങ്ങൾ ഗെയിംസൊക്കെ കളിച്ചു. പിന്നെ അവിടെ ഒരുപാട് ഷോപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് കടകളുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നമുക്ക് വൈകുന്നേരമായി നമുക്ക് ഒരു നല്ല ബീച്ച് പിടിക്കണം. സോ ഞങ്ങൾ നേരെ പോകുന്ന ശംഖുമുഖം ബീച്ചിലേക്കാണ്. തിരുവനന്തപുരത്ത് വരുന്നവർ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ എന്താ പറയുക, ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ശംഖുമുഖം ബീച്ച്. സ്പെഷ്യലി അവിടെ ഈ ഒരു മത്സ്യകന്യകയുടെ പ്രതിമ എന്നൊക്കെ പറയുന്നത് വളരെ ഫേമസ് ആണ്. എല്ലാവരും വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ്. ബീച്ചും വളരെ മനോഹരമായ ബീച്ചാണ്. ഭയങ്കരമായ തിരയാണെങ്കിൽ നമ്മളെ ഇറങ്ങാനായിട്ട് അനുവദിക്കില്ല. അല്ലാത്ത പക്ഷം സുഖമായിട്ട് ഇറങ്ങി വളരെയധികം സൺസെറ്റൊക്കെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ വലിയൊരു കംഫർട്ടബിളായിട്ട് കുളിക്കാനും ഒക്കെ പറ്റി. ഇങ്ങനെ 1-2 മണ്ഡപങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ, നമ്മുടെ ദശാവതാരത്തിലൊക്കെ കാണിക്കില്ലേ അതുപോലത്തെ. അങ്ങനത്തെ അതൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് ശംഖുമുഖം. അവിടെ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് പിന്നെ ഈ കപ്പലണ്ടിയും കാര്യങ്ങളും അതെല്ലാം കിട്ടും. അല്ലാതെ തന്നെ ഓൾഡ് കോഫി ഹൗസ് ഉണ്ട്. പിന്നെ അടുത്തായിട്ടൊരു പാർക്കുണ്ട്. പണ്ട് അവിടെ ഒരു സ്റ്റാർ ഫിഷിൻ്റെ സാധനമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. ഞാൻ എന്തായാലും ചായ കുടിക്കാനായിട്ട് അവിടെ ഒരു ചെറിയൊരു കഫേയിലേക്ക് കയറി.
അതിൻ്റെ മുകളിലായിട്ട് അവിടെ നമുക്ക് ഇങ്ങനെ ജങ്കയൊക്കെ കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഭയങ്കര രസമായിരുന്നു. ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട്, എസ്പെഷ്യലി ഈവനിങ്സ് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ ശംഖുമുഖം. ശംഖുമുഖം മാത്രമല്ല, ഒരുപാട് ബീച്ചസ് ഉണ്ട്. ശംഖുമുഖം എന്തുകൊണ്ട് സജസ്റ്റ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനടുത്തായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാച്യു ഉണ്ട്. നമ്മുടെ ആ ഒരു മത്സ്യകന്യകയുടെ മനോഹരമായിട്ടുള്ളൊരു സ്റ്റാച്യു ഉണ്ട്. പിന്നെ അടുത്ത അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശംഖുമുഖത്തുനിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ട് രാത്രി ഡിന്നർ കഴിക്കാനായിട്ട് സംസം, തിരുവനന്തപുരത്തുകാരുടെ ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. അവിടെ നിന്ന് അടിപൊളി ഷവായി ഒക്കെ കഴിച്ചു. ഷവായി മാത്രമല്ല, ഷവർമ്മ, പിന്നെ അല്ലാതെ മസാല ഷവായി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സോ അതെല്ലാം ട്രൈ ചെയ്തിട്ട് നമ്മൾ രാത്രി കുറച്ച് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനായിട്ട്, ഒരു ചോക്ലേറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഒരു സ്പോട്ടിൽ കൂടെ പോയി. അത് മാത്രം വീഡിയോ ഒക്കെ കണ്ടു പോയതാണ്. വളരെ നിരാശാജനകമായിരുന്നു. വാഫിൾ എന്ന് പറഞ്ഞിട്ടൊരു കടയിലാണ് പോയത്. എന്നെ പറ്റിച്ച് കളഞ്ഞു. കേക്ക് സിക്കിൾ എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ തന്ന്. പിന്നെ മാത്രമല്ല, ബണ്ണ് വെറുതെ കയറി ചോക്ലേറ്റ് തേക്കുന്നതിന് 80 രൂപയൊക്കെ വാങ്ങിയിരിക്കുന്ന ഒരു കടയാണ്. അവിടെ മാത്രം ആരും പോകണ്ട. ബാക്കി ഈ വീഡിയോ കണ്ട എല്ലാ സ്ഥലങ്ങളിലും നിങ്ങളൊന്ന് പോയി നോക്കുക. ഭക്തിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഹിൽ സ്റ്റേഷൻസ്, ബീച്ചസ്, മാളുകൾ, കള്ളുഷാപ്പ്, മൃഗങ്ങൾ, അങ്ങനെ ഒരുപാട് കാഴ്ചകളുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോ അവസാനം വരെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ജിജേവേഴ്സ് എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. മറ്റൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും സൈനിങ് ഓഫ്. ബൈ.